ദേ ആളെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാനാ പൊക്കോ. പൊയ്ക്കോ. എന്നാ ഞാൻ റൗണ്ട്സിലൊക്കെ പോയിട്ടേ ഒന്ന് വരാം. നിങ്ങളെ പുതിന് സംസാരിച്ചിട്ട് എന്താ അച്ഛാ കാണണമെന്ന് പറഞ്ഞു? എന്റേത് കയ്യാറായത് ഡോക്ടർ പറഞ്ഞൂലേ, നീ എല്ലാരെയും കാണിക്കുന്നുണ്ടല്ലോ എന്നും. അല്ല അച്ഛാ, എല്ലാരും കാണാനുണ്ട് എന്ന് പറഞ്ഞായിരുന്നു. കുറച്ചായില്ലേ. ഞാനൊരു മുരടനായിരുന്നുല്ലേ? എന്തേ? അങ്ങനെ തോന്നി. വിലപ്പെട്ടത് പിശുക്കി കൂട്ടുന്നത് പോലെ തന്നെയാ നിങ്ങളുടെ സ്നേഹത്തിലും ഞാൻ ചെയ്തത്. അത് അബദ്ധമായി പോയി. എനിക്കെല്ലാരെയും ഒരുമിച്ച് കാണണമെന്നുണ്ടടാ. ആ ചില്ലിനപ്പുറത്തല്ല, നമ്മളെ തറവാട്ടിൽ വെച്ച് തൊട്ടും തലോടിയും മതിയാവോളം കെട്ടിപ്പിടിച്ചും. ആ ശാന്തിയുടെ മക്കളെ ഞാൻ കൊഞ്ചിച്ചിട്ട് പോലുമില്ലടാ. ഒരുമ്മ പോലും കൊടുത്തിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്. എനിക്കതൊക്കെ ഇപ്പോൾ ചെയ്യാൻ തോന്നാം. ഇതൊക്കെ മനസ്സിൽ വെച്ചതായിരുന്നു. കുറെ കാലം അങ്ങനെ പോകുമെന്നൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കോൺഫിഡൻസ് വേണ്ട, ഒന്ന് സുഖമായിട്ട് ഈ പറഞ്ഞ പോലെ തന്നെ സന്തോഷായിട്ട് നമുക്ക് ചിരി കാണാൻ നല്ല ഭംഗിയുണ്ട്. മോനെ, വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്നതിൽ 2 പേരെയും കൂടി നീ കൊണ്ടുവരണം. ശ്രീകുണ്ഠപുരത്ത് ഞാൻ ജോലി ചെയ്ത സമയത്ത് കഴിഞ്ഞ 30 വർഷമായിട്ട് ഞാനൊരു കുടുംബത്തെയും കൂടി നോക്കുന്നുണ്ട്. രുക്മിണി, അവർക്കൊരു മകനും കൂടിയുണ്ട്. ഇനി അവരെയും കൂടിയും കൊണ്ടുവരണം. കുറേ കാലായില്ലേ, ഇനി അതിനൊന്നും സാധിക്കില്ല. നീ ഇതെങ്ങനെങ്കിലും വീട്ടിലൊന്ന് അവതരിപ്പിക്കണം. എന്നിട്ട് അമ്മയോട് പറയണം ആ സ്പിരിറ്റിലങ്ങ് എടുക്കാൻ. അച്ഛാ